ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനുള്ളിൽ 151 അനധികൃത പ്രവാസി തൊഴിലാളികളെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ തൊഴിൽ താമസ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്താനായി കഴിഞ്ഞ വാരത്തിൽ 2179 പരിശോധനകൾ നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി LMRA അറിയിച്ചു. സെപ്റ്റംബർ 22 മുതൽ 28 വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണിത്. നിയമലംഘനം നടത്തിയ നിരവധി പ്രവാസികളെ പിടികൂടുകയും 151 അനധികൃത വിദേശ തൊഴിലാളികളെ നാടുകടത്തുകയും ചെയ്തു. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 18ഉം മുഹറഖ് നോർത്തേൺ ഗവർണറേറ്റിൽ 4 വീതവും സദേൺ ഗവർണറേറ്റിൽ 6ഉം പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ്, വാണിജ്യ വ്യവസായ മന്ത്രാലയം, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, വിവിധ പോലീസ് ഡയറക്ടറേറ്റുകൾ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധനകൾ. തൊഴിൽ വിപണിയുടെ സ്ഥിരതയെയും മത്സരക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കുന്നതോ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നതോ ആയ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുള്ള പരിശോധനകൾ തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. നിയമലംഘനങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തുടർ ദിവസങ്ങളിലും പരിശോധനകൾ ഉണ്ടാകുമെന്നും ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി. വിവിധ അതോറിറ്റികളുമായി സഹകരിച്ചുള്ള പരിശോധനകളിലൂടെ നിയമവിരുദ്ധ വിദേശ തൊഴിലാളി സാന്നിധ്യം രാജ്യത്ത് അവസാനിപ്പിക്കുമെന്നും LMRA അധികൃതർ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.